നമ്മൾ മീൻ വളർത്താനൊക്കെയായിട്ട് യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള 50 ലിറ്ററിൻ്റെ ബക്കറ്റുകൾ അല്ലെങ്കിൽ ടബ്ബുകൾ അല്ലെങ്കിൽ നീല നിറത്തിലുള്ള ക്രേറ്റുകൾ ബോക്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതുപോലുള്ള കണ്ടെയ്നറുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജ് വരികയാണെന്നുണ്ടെങ്കിൽ ഹോൾസോ ക്രാക്കോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിലിക്കോൺ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് അത് റിപ്പയർ ചെയ്യാവുന്നതാണ്. ഇന്നലെ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തതാണ്. നമ്മുടെ കയ്യിലൊരു ടബിന് ഈ അടുത്ത് ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. സൈഡിൽ ചെറിയ ക്രാക്ക് വന്നതാണ്. അപ്പോൾ അത് നമ്മൾ സിലിക്കോൺ ഗ്ലൂ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ റിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ടബ്ബുകളും ബക്കറ്റുകളൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ തട്ടലും മുട്ടലൊക്കെ വരുമ്പോൾ ക്രാക്ക് ആവാനോ അല്ലെങ്കിൽ ഡാമേജ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സിലിക്കോൺ ഗ്ലൂ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് റിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കാണുന്ന ആ ഒരു ടബിലാണ് ചെറിയൊരു ക്രാക്ക് വന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഓൾറെഡി സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉൾഭാഗത്തും അതുപോലെ തന്നെ പുറം ഭാഗത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സൈഡിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ക്രാക്ക് വന്ന ഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ കുറച്ച് കട്ടിയായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സിലിക്കോൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നല്ല സ്ട്രോങ് ആയിട്ടുള്ള അഡിസീവാണ്. ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ഹാർഡാണ്, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അക്വേറിയത്തിൻ്റെ ഗ്ലാസ്സുകളെല്ലാം ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതേ സിലിക്കോൺ ഗ്ലൂ തന്നെയാണ്. അക്വേറിയത്തിൻ്റെ ഗ്ലാസ്സുകളൊക്കെ നമുക്കറിയാം 5mm മുതൽ പിന്നെ അങ്ങോട്ട് മുകളിലേക്കാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഗ്ലാസ്സുകളാണ്. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സിലിക്കോൺ ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു ഗ്ലൂ ആണ്. അക്വേറിയൊക്കെ ഒട്ടിക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ ആ ഒരു വെയിറ്റ് മാത്രമല്ല, പിന്നെ അതിനകത്ത് നമ്മൾ വെള്ളമൊക്കെ നിറയ്ക്കുന്ന സമയത്ത് എക്സ്ട്രാ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും വെയിറ്റും പ്രഷറൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലൂ ആണ് ഈ ഒരു സിലിക്കോൺ എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ ഒരു ഗ്ലൂവിൻ്റെ ആ ഒരു പവർ നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നുള്ള കുറച്ച് ഉദാഹരണങ്ങൾ. ഇത്തരത്തിലുള്ള ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ട്യൂബുകൾ കിട്ടും. ഹാർഡ്വെയർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 60 രൂപ 65 രൂപയ്ക്കൊക്കെ ചെറിയ സിലിക്കോണിൻ്റെ ട്യൂബുകൾ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ റിപ്പയർ പരിപാടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ട്യൂബിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. സിലിക്കോൺ ഉണങ്ങാനായിട്ട് എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ചില സാഹചര്യങ്ങളിൽ അതായത് ചൂട് ക്ലൈമറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങും. അതേസമയം ടെമ്പറേച്ചർ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുക്കാറുണ്ട്. ഇതുപോലുള്ള ചെറിയ പരിപാടികൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഈ റെസിബോണ്ട് എന്ന് പറയുന്ന സിലിക്കോൺ ഗ്ലൂ ആണ്. ഈ പ്ലാസ്റ്റിക് ടബ്ബുകൾ ബക്കറ്റുകൾ അല്ലെങ്കിൽ ക്രേറ്റുകളൊക്കെ ചെറിയ ഹോൾസ് ക്രാക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഉപയോഗിച്ച് നമുക്ക് സീൽ ചെയ്യാൻ പറ്റും. ഈ കുറച്ച് വലിയ ഹോൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർപോളിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡിലുമായിട്ട് സാൻഡ്വിച്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അതായത് ടബ്ബ് ബക്കറ്റ് ക്രേറ്റിൻ്റെ ഒക്കെ ഉൾഭാഗത്തു നിന്നും അതുപോലെ തന്നെ പുറം ഭാഗത്തു നിന്നും നമുക്ക് ഇതുപോലെ ടാർപോളിൻ്റെ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് സാമ്പിൾ കാണിക്കാനായിട്ട് എടുത്തു വെച്ച ഒരു ടാർപോളിനാണ്, 90 GS ആണ്. ഇതുപോലുള്ള കട്ടി കുറഞ്ഞ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടാർപോളിൻ്റെ പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ ക്രേറ്റുകളും ബക്കറ്റുകളും ടബ്ബുകളും മാത്രമല്ല, ഈ ടാർപോളിൻ തന്നെ ഓട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഈ സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിലും സാൻഡ്വിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഹോൾസ് അടയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ നമ്മൾ ടാർപോളിൻ യൂസ് ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിലൊക്കെ ലീക്കേജ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ സിലിക്കോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഓട്ടകളൊക്കെ അടയ്ക്കാം.